ഹായ് ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം ട്രൈ ആക്കാൻ വേണ്ടി പോണെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാപ്പാടെ കടയിൽ പോയി മേടിക്കണം. അപ്പോൾ വാ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ലോട്ടി ചോക്കോപ്പയും ഐസ്ക്രീം. അപ്പോൾ നമുക്ക് ആദ്യം ലോട്ടി ചോക്കോപ്പ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീമാണ് വേണ്ടത്. ഇവിടെ വാനില ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാൻ വാനിലയാണ് ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ലോട്ടി ചോക്കോപ്പയും ഒന്ന് ഹീറ്റ് ചെയ്യണം. അപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ലോട്ടി ചോക്കോപ്പ ഹീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ. ഞാനിവിടെ വാനിലയാണ് എടുത്തേക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ലോട്ടി ചോക്കോപ്പയുടെ മേളിലായിട്ട് ഐസ്ക്രീം വെച്ച് കൊടുക്കണം. അപ്പോൾ 2 ലോട്ടി ചോക്കോപ്പയുടെ മേളിൽ നമ്മൾ ഐസ്ക്രീം എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കും നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. എന്തായാലും വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിൽ ചുമ്മാരിക്കല്ലേ, ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഞാനാണെങ്കിൽ ഇത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റെസിപ്പിയാണ്. ആദ്യം തന്നെ ഉണ്ടാക്കി നോക്കിയപ്പോൾ തന്നെ ഞാനിതിന് അഡിക്റ്റായി. എൻ്റെ അനിയനാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടമായില്ല. മനുഷ്യന്മാരെ തിന്നുന്ന സാധനം നല്ലതിൽ അവന് ഇഷ്ടപ്പെടൂല. അവനാണെങ്കിൽ പൽപ്പല് വേണമെന്നും പറഞ്ഞിട്ട് കീറി പൊളിച്ചു. അതുകൊണ്ട് നമ്മൾ പൽപ്പല് പിടിക്കാൻ പോണെയാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഐഷാബിത്താൻ്റെ ആമിന സ്റ്റോഴ്സിലാണ് കേട്ടോ. എനിക്ക് ഈ കടേനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. ഉമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഒരു കടയെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറും മനസ്സും നിറഞ്ഞു. എൻ്റെ പൊന്നു ഗായ്സ്, ഒരു രക്ഷയില്ല. ചെറിയ കടയാണെങ്കിൽ അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ ബേബിൻ്റെ കണ്ണ് വരെ തള്ളിപ്പോയിട്ട് ഇവിടുത്തെ മിഠായിയൊക്കെ കണ്ടിട്ട്. ഞങ്ങളാണെങ്കിൽ വന്ന പാടെ ഒന്നും നോക്കിയില്ല, വാരി കോരി മിഠായിയൊക്കെ എടുക്കുന്നുണ്ട്. പലതരത്തിലുള്ള മിഠായികൾ അവിടെ ഉണ്ട്. സൈക്കിൾ മിഠായി, ചോക്കി ചോക്കി, ചവ് മിഠായി, ഉപ്പും മുളകും, നാരങ്ങ മിഠായി, പുളിജാമ്, വെറൈറ്റി കോല മിഠായികൾ, പിന്നെ ബൂമർ, കട്ടി മിഠായി, ജീരക മിഠായി, പോളോ എന്നീ പോലെയുള്ള എല്ലാ തരത്തിലുള്ള മിഠായികളും അവിടെ ഉണ്ട്. പിന്നെ സോൻ പപ്പടി കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ട്. പക്ഷെ അതും ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ ജനറേഷൻ ആയിക്കോട്ടെ പുതിയ ജനറേഷൻ ആയിക്കോട്ടെ എല്ലാവർക്കും ആവശ്യമുള്ള പല വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ ഐഷാബിത്താൻ്റെ കടയിലുണ്ട്. ഉമ്മയാണെങ്കിൽ എന്ത് വേണമെങ്കിലും മേടിച്ചോന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയനാണെങ്കിൽ പൽപ്പലിൻ്റെ കാര്യം മറന്നിട്ട് ബാക്കി എല്ലാ മിഠായും വാരിക്കോരി എടുത്തിട്ടുണ്ട്. അവിടെ മിഠായി മാത്രമല്ല കേട്ടോ ഉള്ളത്, ഉപ്പിലിട്ടത്, പിന്നെ ഈ പൊരി വെയിലത്ത് നമ്മുടെ ദാഹം മാറ്റാനായിട്ട് നല്ല അടിപൊളി സംഭാരവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഐഷാബിത്താക്ക് ടാറ്റൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പോയത് പെരുമ്പാവർക്കാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാനുണ്ടായി. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചു വന്നപ്പോൾ ബേബി കിടന്നുറങ്ങി. അപ്പോൾ വാപ്പിനെ വിളിച്ചപ്പോൾ വാപ്പി പെരുമാറലുണ്ടായി. അങ്ങനെ ഞാനും ബേബിയും വാപ്പിൻ്റെ വണ്ടി കയറി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. സീ യു ടുമോറോ. താടി പോലെ